12 മണി 5 മിനിറ്റ് ഞാൻ എറണാകുളത്ത് നിന്ന് കോഴഞ്ചേരി എത്തി. നമസ്കാരം, ടെക് ട്രാവലേറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വയനാട്ടിൽ നിന്നും തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ താമസിച്ച നമ്മുടെ അബാദിൻ്റെ ബ്രൂക്ക് സൈഡ് എന്ന് പറഞ്ഞ ആ ഒരു റിസോർട്ടിൽ ഇപ്പോൾ നമുക്കിങ്ങനെ മഴയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പുറത്ത് ആ കാടിനിപ്പുറത്തു കൂടി നമുക്ക് ആ ഒരു അരുവി ഇങ്ങനെ മനോഹരമായിട്ടുള്ള വെള്ളം ഇങ്ങനെ ഒഴുകുന്നത് നമുക്ക് കാണാം. ഈ ഒരു റിസോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ 5 ദിവസമല്ലടാ ഇതിലെ 5 ദിവസമായിട്ട് ഞങ്ങളിവിടെ വന്ന് നിന്നിട്ട് പോയതറിഞ്ഞില്ല എന്ന് തന്നെ പറയാം. അതിനിടയ്ക്ക് ഞങ്ങൾ ധാരാളം ഓഫ് റോഡ് പ്രോഗ്രാമുകളൊക്കെ നടത്തി. നിങ്ങൾ ആ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇല്ലാന്നുണ്ടെങ്കിൽ കാണണം. പിന്നെ ഇവിടുത്തെ റിസോർട്ടിനെ പറ്റി ശരിക്കും സാധാരണ രീതിയിൽ നമ്മൾ റിസോർട്ടിൽ പോയി കഴിഞ്ഞാൽ റിസോർട്ട് ഷൂട്ട് ചെയ്ത് പോകും എന്നുള്ളതുപരിയായിട്ട് എനിക്ക് ഇവിടുത്തെ ജീവനക്കാരെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തണം, ഇല്ലെങ്കിൽ അത് ഭയങ്കര മിസ്സിങ് ആയിരിക്കും. എൻ്റെ ഇതുവരെ ഇത്രയും, അതായത് കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞതിൻ്റെ വളരെ അടുത്ത് വരെ എത്തി നിൽക്കുന്ന ഒരു പൊക്കി പറയലോ പുകഴ്ത്തലോ സംഭവങ്ങളൊന്നുമല്ല. ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ ആൾക്കാരാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ ഫുഡ് ഒരു രക്ഷയില്ല, അതുപോലെ ഹോസ്പിറ്റാലിറ്റി, എവറിത്തിങ് ഈസ് ബെസ്റ്റ്. ആംബിയൻസ്, അതെ. ലക്കിടി എന്ന് പറഞ്ഞ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഈ ഒരു മനോഹരമായിട്ടുള്ള കാലാവസ്ഥയിൽ ഒന്നുകിൽ മഴയായിരിക്കും, ഇല്ലെങ്കിൽ കോടയായിരിക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്ത് ഇരിക്കുന്ന ഈ റിസോർട്ടിൽ താമസിക്കാൻ താല്പര്യമുള്ളവർ ഇവിടെ വന്ന് താമസിക്കണം. മിനിമം ഒരു 2 ദിവസമെങ്കിലും താമസിച്ചാലേ ശരിക്കും ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു കാലാവസ്ഥ. വന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അല്ലേ, ഒന്നും കൂടെ അടിപൊളി സ്ഥലമാണ്. കാടിന് നടുവിലുള്ളൊരു പ്രോപ്പർട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം തൊട്ടപ്പുറത്ത് കാണുന്നത് ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ വരാം, ആസ്വദിക്കാം. ഫാമിലി ആയിട്ടും ബാച്ചിലേഴ്സായിട്ടും എങ്ങനെ വേണമെങ്കിലും വരാം. ഈ ഒരു ഭാഗത്ത് ഫാമിലി അക്കോമഡേഷനോ അതേപോലെ തന്നെ അങ്ങോട്ടേക്ക് മാറി ബാച്ചിലേഴ്സിന് സെപ്പറേറ്റ് അക്കോമഡേഷനും ഉണ്ട്. അതൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പോവല്ലേ? അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഞങ്ങളിപ്പോൾ ഉച്ചയ്ക്ക് 12 മണിയായി. നമ്മളിങ്ങനെ പതുക്കെ കൽപ്പറ്റ വരെ പോയി ഹൈനസിക്കാനൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് എമിലിനെ എറണാകുളത്ത് ഇറക്കിയിട്ട് എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ നെക്സ്റ്റ് ഡേ. അപ്പോൾ രാത്രി 12 മണിയാകുമ്പോഴത്തേക്കിനും വീട്ടിൽ ചെന്ന് കയറാനാണ് എൻ്റെ പ്ലാൻ. ഒരു സർപ്രൈസ് കേക്ക് വാങ്ങിയിട്ട് അവിടെ പോവും. ഞാൻ നാളെ രാവിലെ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആനിയനാകെ ഡെസ്പാ. രാവിലെ വിളിച്ചായിരുന്നു, ഓ രാവിലെ വരുള്ളൂ അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സെഡായിരിക്കുകയാണ്. അഭിജിത്ത് ഭക്തൻ. അഭിക്ക് ഞങ്ങൾ ആദ്യം ഇട്ട പേരെന്താണെന്നറിയാമോ? അഭി ഉണ്ടായിട്ട് ഞങ്ങൾ പേരിടിയിൽ കർമ്മം ഉണ്ടല്ലോ, ആ പേരിടിയിൽ ചടങ്ങിന് നമ്മൾ ആദ്യം ഞങ്ങൾ ഇട്ട പേര് ഋത്തിക് എന്നായിരുന്നു. ആടാ, ഋത്തിക് എന്നായിരുന്നു ആ പേര്. അത് ആക്ച്വലി അമ്മയ്ക്ക് അച്ഛനൊന്നും ഇഷ്ടമായിരുന്നു. ഞാൻ ഋത്തിക് ഫാനായിരുന്നു. അതുകൊണ്ട് ഋത്തിക് എന്നാണ് ഞങ്ങൾ ആദ്യം ഇട്ടത്. പിന്നെ അത് എല്ലാവരും കൂടെ പറഞ്ഞ് ആ ഒരു സുഖമില്ല, പേരെന്നൊക്കെ മാറ്റിയിട്ടാണ് അവസാനം അഭിജിത്ത് ഇട്ടത്. അങ്ങനെയാണത് അഭിജിത്തായത്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇവിടെ വന്ന സമയത്ത് ആദ്യം ഈ കോട്ടേജിൽ താമസിച്ചു. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ മേളിൽ ഈ കാണുന്ന കോട്ടേജിൽ താമസിച്ചു. അത് 108 അല്ലേ? 108 അല്ലേ? 108 താമസിച്ചു. അപ്പോൾ ഈ 2 റൂം 202-ഉം 108-ഉം ഞങ്ങൾ താമസിച്ചു. പക്ഷേ അതിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ശരിക്കും ആ പോണ്ടിൻ്റെ അവിടെ ഉള്ള ഈ ഭാഗത്തുള്ള റൂമുകളാണ്. അപ്പോൾ പോണ്ടിൻ്റെ അടുത്തുള്ള റൂമുകളൊക്കെ കുറച്ചും കൂടെ നല്ല പ്രൈവസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് കോട്ടേജുകൾ റീസണബിൾ ആണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ റൂമുകളാണ് നല്ലത്. ഈ ടൈപ്പ് റൂമുകളാണ്, ഈ കാണുന്ന ടൈപ്പ്. അതെ അതെ, ഗാർഡൻ വ്യൂ റൂമുകൾ. കുറച്ച് ഹൈറ്റിലൊക്കെയാണ്, അതെ, നല്ല വ്യൂ ഒക്കെ ഉണ്ട്. അതെ, പിന്നെ കുറച്ച് അടിച്ചു കൊടുക്കാൻ താഴെയാണ് നല്ലത്. യെസ്, ഇവരാണ് നമ്മുടെ അബാദിലെ ബ്രൂക്ക് സൈഡിൽ ഞങ്ങൾക്ക് 5 ദിവസം വളരെ മനോഹരമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കി തന്ന ഇവിടുത്തെ ഷെഫുമാർ. സ്റ്റീഫൻ ചേട്ടനും അതേപോലെ തന്നെ അനിൽ ചേട്ടനും. സ്റ്റീഫൻ ചേട്ടൻ എറണാകുളംകാരനാണ്, അനിൽ ചേട്ടൻ ട്രിവാൻഡ്രംകാരനാണ്. എറണാകുളംകാരനും ട്രിവാൻഡ്രംകാരനുമാണ്. ഇവർ രണ്ടും ശരിക്കും ഇവരെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി. അതുപോലെ നല്ല ഫുഡ് എന്ന് പറഞ്ഞാൽ നല്ല ഫുഡ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നു. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ പറയുന്ന പോലൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തി ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്നത് നന്ദി. എത്ര വർഷമായി ഇവിടെ അബാദിൽ? 10 വർഷം ആണോ? ഞാൻ 10-16 വർഷമായിട്ട് അബാദിൽ ആ ഒരു റിസോർട്ടിൽ തന്നെ ജോലി ചെയ്യുന്ന നിങ്ങൾ എന്തായാലും കൊള്ളാം. നല്ലൊരു അസറ്റ് തന്നെയാണ് അബാദിലും വരുന്ന ആൾക്കാർക്കും. താങ്ക് യു സർ. ഓക്കെ, അപ്പോൾ താങ്ക് യു. ശരി. ഷെഫുമാർ മാത്രമല്ല, നമ്മുടെ ജിയോ ചേട്ടനും ഉണ്ട്. ജിയോ ചേട്ടനാണ് ഇവിടുത്തെ മാനേജർ. ചേട്ടൻ എന്ന് പറയാമല്ലോ അല്ലേ? ചേട്ടനായിരിക്കും, തീർച്ചയായും ചേട്ടൻ തന്നെ ആയിരിക്കും. അപ്പോൾ ജിയോ ചേട്ടനാണ് ഇവിടുത്തെ മാനേജർ. ജിയോ ചേട്ടൻ ഞങ്ങൾ വന്നപ്പോൾ മുതൽ ഈ ഒരു സമയം വരെ എന്ത് കാര്യത്തിനും ഞങ്ങളോടൊപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഭയങ്കര നല്ല കോർഡിനേഷൻ ആയിരുന്നു. അതെ, സാധാരണ മാനേജർമാരൊക്കെ അത്യാവശ്യം ഭയങ്കര ഫോർമലായിട്ടൊക്കെ ബിഹേവ് ചെയ്യും. ഇത് ഞങ്ങളോട് വളരെ കാഷ്വലായിട്ട്, ഞങ്ങളോട് വളരെ ജോളിയായിട്ട് ബിഹേവ് ചെയ്തു. താങ്ക് യു സോ മച്ച്. പിന്നെ എനിക്കും ഇവരോട് നന്ദി പറയാനുണ്ട്.
ഫുൾ ടൈം നോൺ വെജ് ആയ എനിക്ക് ചോദിക്കുന്നതല്ല, അതിലും നന്നായിട്ടുണ്ടാക്കി. അതെ അതെ, ഇവരുടെ ചിക്കൻ 65 ഒരു സ്പെഷ്യൽ സാധനമാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടാണ്. പിന്നെ അതേപോലെ തന്നെ നെയ്മീൻ്റെ ഒരു സാധനമുണ്ട്, തവ ഫ്രൈ, നെയ്മീൻ തവ ഫ്രൈ. നെയ്മീനല്ല, ഗ്രീൻചോ നെയ്മീനാന്ന് പറഞ്ഞോണ്ടാ ഞാൻ കഴിച്ചത്. അതിന്റെ മലയാളം എന്താ? പോട്ടെ, നെയ്മീൻ എന്ന് പറഞ്ഞാണ് ഞങ്ങൾ കഴിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ അത് തന്നെ തവ ഫ്രൈ, അത് അടിപൊളിയായിരുന്നു. എന്തിന് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി തന്ന കപ്പയും മീൻ കറിയും അതുപോലെ തന്നെ അയല വറുത്തതും വരെ അടിപൊളിയായിരുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞങ്ങൾ ഇനി വരുമ്പോൾ കാണാം. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ. ഓക്കെ ഫൈൻ. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിൽ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ആ പൂളും അതേപോലെ തന്നെ അതിൻ്റെ താഴെ കൂടെ ഒഴുകുന്ന ആ ഒരു അരുവിയും ജസ്റ്റ് ഓസം എന്ന് തന്നെ നമുക്ക് പറയണം. അപ്പോൾ ഇപ്പോഴും മഴ ഇങ്ങനെ മൂടി നിൽക്കുകയാണ്. ഇതുപോലത്തെ കുറേ സംഭവങ്ങൾ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്തായാലും വളരെ മനോഹരമായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്ത് നല്ലൊരു ലൊക്കേഷനിലിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ബ്രൂക്ക് സൈഡ്. അപ്പോൾ ടാറ്റ ബൈ, പോട്ടെ, പോയിട്ട് വരാം. അതാണ്, പോയിട്ട് വരാം. ഓക്കെ, ഇവിടുത്തെ എല്ലാവരും സെക്യൂരിറ്റിമാരാണെങ്കിലും എല്ലാവരും എല്ലാ സ്റ്റാഫും ഞങ്ങളെ വളരെയധികം ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആയെന്ന് തന്നെ പറയാം. താങ്ക് യു. അപ്പോൾ അബാദ് ബ്രൂക്ക് സൈഡിനോട് വിട പറഞ്ഞുകൊണ്ട് ഞങ്ങളിതാ തിരിച്ച് നമ്മൾ റോഡിലേക്ക് പോകുന്നു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് റോഡിലേക്കുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി പല വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് വണ്ടി ഇച്ചിരി ഓഫ് റോഡ് പോലെയുള്ള ചെറിയ ഓഫ് റോഡ് സ്ഥലത്തൂടെ നമ്മൾ തിരിച്ച് മെയിൻ റോഡിൽ ചെല്ലുന്നു. അങ്ങനെ ഞങ്ങൾ കൽപ്പറ്റ എത്തിയപ്പോഴത്തേക്കും ദേ ഞങ്ങളുടെ കൂടെ ഹൈനസൊക്കെയും കൂടെ കയറിയിരിക്കുകയാണ്. ഹൈനസൊക്കെ നമ്മളുടെ ഒപ്പം എറണാകുളത്തേക്ക് വരുവാണെന്ന് പറഞ്ഞ് കയറിയതാണ്. എന്താ പരിപാടി എന്ന് ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. എന്താ ഹൈനസൊക്കെ പരിപാടി? ചെറിയ 1-2 പരിപാടികൾ, അവിടെ ഒരു പ്രോപ്പർട്ടി നോക്കാനുണ്ട്. അതൊക്കെയായിട്ട് അങ്ങനെ എന്നിട്ട് അപ്പൊ തിരിച്ചു വരും മറ്റന്നാൾ തിരിച്ചു. അടിപൊളി. എങ്ങനെ തിരിച്ചു വരും നിങ്ങള്? അവിടെ നമ്മളെ ഫ്രണ്ട് ഉണ്ട്, അവിടെ ഫ്ലാറ്റ് ഉണ്ട്. അതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഇപ്പൊ തിരിച്ച് കൽപ്പറ്റ വന്നിട്ട് ഹൈനസിനെ പിക്ക് ചെയ്തതിനു ശേഷം നമ്മളിനി തിരിച്ച് ഇറങ്ങി നമുക്ക് എറണാകുളത്തേക്ക്. അങ്ങനെ ഞങ്ങൾ ആ മഴയത്ത് നമ്മൾ താമരശ്ശേരി ചുരത്തെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബിൽഡിംഗ് ആണോ താണെന്ന് പറഞ്ഞത്? ഇവിടെ ഒരു ബിൽഡിങ് ഇടിഞ്ഞ് താണെന്നാണ്. അതെ, അത് കണ്ടു. അത് പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ, അവിടെ ഇടിഞ്ഞ് താണു പോയി എന്നൊക്കെയാണ് പറയുന്നത്. ഇതെന്ത് പറ്റി? നമ്മുടെ നിശാലിനോട് കണ്ടൊരു ബൈ പറഞ്ഞിട്ട് നമുക്ക് പോവാം. നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന നിശാൽ. ഞങ്ങൾ കൊണ്ടുവരല്ല, വരുവാണെന്ന് പറഞ്ഞ് വണ്ടി കയറി ഇരുന്ന ഞങ്ങളോട് വരുമെന്ന്. ഞങ്ങളോട് ഇരുന്ന് മതിയായില്ല എന്നാ പറയുന്നത്. നിങ്ങൾ വലിയ ഫാൻസ്, ഒരൊറ്റ സെൽഫി എടുക്കും. പിന്നെന്താ എടുക്കാലോ, ഞാൻ ഇറങ്ങി വരാം. ഇപ്പൊ വരാം, എടുത്തു കേട്ടോ. പോകട്ടെ, പോവാണ്. ടാറ്റ, ഇനി വരുമ്പോ കാണാം കേട്ടോ. എന്തായാലും ഞങ്ങളുടെ വയനാട് യാത്ര വളരെ ഒരു മെമ്മറബിൾ യാത്രയാക്കി തന്ന ഹൈനസൊക്കെയോട് നമ്മൾ വീണ്ടും വീണ്ടും കടപ്പെട്ടിരിക്കുന്നു. അല്ലേ മിലെ? തീർച്ചയായിട്ടും അല്ലേ? വയനാടുള്ള സ്ഥലങ്ങളിലേ നമുക്ക് നമ്മളെല്ലാം അറിയാവുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉള്ളതും എവിടെ പോകണം പോകണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഗൈഡ് ചെയ്യാനും എല്ലാം അറിയാം. അറിയത്തില്ലാത്ത ഏത് സ്ഥലമുള്ളത് ട്രാവലിട്ട് തുടങ്ങിയ സമയം മുതലുള്ള നമ്മുടെ നമ്മള് ടെക് ട്രാവലിട്ട് തുടങ്ങിയ സമയം മുതലുള്ള നമ്മുടെ ഒരു പരിചയക്കാരനാണ് ഹൈനസിക്ക എന്ന് പറയുന്നത്. വയനാട്ടിൽ നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഹൈനസിക്കനെ വിളിച്ചാൽ മതി. എന്താവശ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താവശ്യമല്ല, ഈ ഒരു ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള എന്താവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഹൈനസിനെ വിളിക്കാം. അതൊക്കെ വള്ളിയാവും. അൾട്ടിമേറ്റ് കോട. ഇവിടെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചുരത്തിൽ എന്തായിരിക്കും അവസ്ഥ? എന്റെ പൊന്നു, കുറച്ച് പ്രശ്നമായിരിക്കും. 2 DRL മുമ്പിൽ കാണാം. അടിപൊളി, അത് നല്ല അടിപൊളി കൗണ്ടർ ആയിരുന്നു. ഇഷ്ടപ്പെട്ടു. ലോറിക്ക് ഒരു DRL ഉണ്ടാവില്ല. നീ ഹെഡ്ലൈറ്റ് ആസാട് വിട്ടിട്ട് ഓടിച്ച പ്രശ്നമില്ല. ഭാരത് ബെൻസിന് DRL ഉണ്ട് കേട്ടോ. ഭാരത് ബെൻസ്, പക്ഷെ നമ്മുടെ ഇവിടെ ഓടുന്ന ഭാരത് ബെൻസ് അല്ലേ. ഇതിനെന്താ DRL അല്ലല്ലോ, ഹെഡ്ലൈറ്റ് അല്ലേ? ഹെഡ്ലൈറ്റും ഹസാഡും എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും പല വണ്ടികൾ വരുന്നുണ്ട്. ചെറുത്തി ബ്ലോക്കിന്റെ കാര്യത്തിൽ മാത്രം പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നാ മതി. ഒരു രക്ഷണോ വിസിബിലിറ്റി ഒട്ടുമില്ല. എന്റെ മുന്നേ ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ ഇത് ഒരു 100 മീറ്റർ പോലും വിസിബിലിറ്റി ഇല്ല കേട്ടോ. തീരില്ല. ഭയങ്കര കോട.
ഒരു രക്ഷയില്ല. ഈ ക്യാമറയിൽ ഫോക്കസ് പോലും കിട്ടുന്നില്ല, അത്രയ്ക്ക് വിസിബിലിറ്റി ഇല്ലാത്ത ഒരു സംഭവം. അപ്പോൾ ഗുഡ് ബൈ വയനാട് അല്ലേ? ഇറങ്ങി പോകുമ്പോഴേ ഇത് കാണിക്കണമല്ലോ, അത് മസ്റ്റ് ആണല്ലോ. വിസിറ്റ് അഗെയിൻ. യെസ്. അങ്ങനെ നമ്മൾ താമരശ്ശേരി ചുരം ഇറങ്ങാൻ പോവുകയാണ്. ഈ ബോർഡ് കഴിഞ്ഞാൽ പിന്നെ കോഴിക്കോട് ജില്ലയായി അല്ലേ? ആണല്ലേ? ഓക്കെ. എൻ്റെ പൊന്നെ, ചില്ല് താത്തിയപ്പോഴത്തേക്കിനും എന്നാ തണുപ്പാ. ഇവിടെയൊക്കെ തിരക്കാ, ഒന്നും കാണത്തില്ല. പക്ഷെ എന്തായാലും നല്ല തിരക്കാണ് ഇവിടെ, കണ്ടില്ലേ? ഒരു പൊളി വൈബാട്ടോ ചുരം എന്ന് പറയുന്നത്, അതൊരു ഫീല് തന്നെയാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ ഹൈനസ്ക, ഈ ചുരം കോഴിക്കോടുകാരുടെ അഹങ്കാരമാണ് അല്ലേ? വയനാട് ചുരം എന്നൊന്നും പറയില്ലേ, കോഴിക്കോടിന്റെ അഹങ്കാരമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ അറിയാതെ ഒരു വീഡിയോയിൽ വയനാട് ചുരം എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് താഴെ കുറെ ആൾക്കാരൊന്ന് കമന്റ് ചെയ്തു ഇത് കോഴിക്കോടിന്റെ ചുരമാണെന്ന്. അപ്പൊ ചുരത്തിന് വേണ്ടി ഇപ്പൊ തമ്മിലിങ്ങനെ അടിയാണെന്ന് തോന്നുന്നു, കോഴിക്കോടും വയനാട്. താമരശ്ശേരി ചുരം അന്ന് പറഞ്ഞാൽ മതി, അപ്പൊ പ്രശ്നമില്ലല്ലോ. അപ്പോൾ ആ ചുരത്തില് ഇങ്ങനെ ഒരു കോട ഇങ്ങനെ മൂടി നിൽക്കുന്ന ആ ചുരത്തിലൂടെ നമ്മളിങ്ങനെ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടും വിസിബിലിറ്റി ഇല്ലാത്ത ഒരു നല്ലൊരു സമയമാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്. ഞാനൊരു ടൈം ലാപ്സ് എടുക്കുന്നുണ്ട്. നമുക്ക് താഴെ ഇറങ്ങിയതിന് ശേഷം ഞാൻ ആ ടൈം ലാപ്സ് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഗ്ലാസ്സിലെ ചെളിയൊക്കെ തോണ്ടിക്കളയുന്ന ലേമിൽ ചുരത്തിൽ നല്ല തിരക്കുണ്ട് ഇപ്പോൾ. അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ. പൊളി ആൾക്കാർ അവിടെ നിന്ന് കുളിക്കുന്നു. എൻ്റെ പൊന്നെ, വെള്ളച്ചാട്ടങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഈ ഭാഗത്തിപ്പോ. മഴ പെയ്യുമ്പോ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി 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 ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. ചുരമൊക്കെ ഫുള്ള് ഇതേപോലെ പണിയണം അല്ലേ? 4 വരി ആക്കണം ഇല്ലേ? 4 വരി ചുരം. അതാണ് ഞാൻ കണ്ട കിനാശ്ശേരി. അങ്ങനെ ലോറി നമ്മൾ ഓവർടേക്ക് ചെയ്തിരിക്കുകയാണ്. ഈ ലോറിയാ? ആ ലോറി ഇവനെ ഓവർടേക്ക് ചെയ്താ? ഇവിടെയുള്ള ചെറിയ കാറിനെ ഇടയ്ക്ക് എല്ലാം ഓവർടേക്ക് ചെയ്യുന്നത്. ഇതെന്താണ്? അതില് വെയിറ്റ് ഒന്നുമില്ല, പെട്ടി പോലെ മൂടി വെച്ചിട്ടുള്ളെന്ന് തോന്നുന്നു. ആണല്ലേ? അങ്ങനെ ഞങ്ങൾ
സമയം 5 മണിയായപ്പോഴത്തേക്കിനും നമ്മൾ കോഴിക്കോട് ബൈപ്പാസിൽ എത്തിയിരിക്കുകയാണ്. ഉറക്കം വരുന്നു. ഫുഡിന്റെ ക്ഷീണമായോ? ഇല്ല, ക്ഷീണമൊന്നുമില്ല. ഓടിക്കണം മോനുസേ, അടങ്ങി അവിടെ ഇരുന്നോളാം. വണ്ടി എനിക്കാണ് ഇവിടെ ഇരുന്ന് ഉറക്കം വരുന്നുണ്ട്. അതിനൊക്കെ ഓൾറെഡി പുറകിലിരുന്ന് ഇങ്ങനെ തൂങ്ങുന്നുണ്ട്. കോഴിക്കോട് ബൈപ്പാസിലാണെങ്കിൽ ഇപ്പൊ അന്യായ ബ്ലോക്കാണ്, കണ്ടില്ലേ? ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കാണ് കോഴിക്കോട് ബൈപ്പാസിൽ. ഒരു വണ്ടി കൊടുക്കാനുണ്ട്. എന്ത് വില തരും? കൈരളി ഫോർഡിന്റെ വണ്ടിയാ, നമുക്ക് മറച്ചു വെക്കാം. ഓഫ് റോഡൊക്കെ കഴിഞ്ഞ് വരുന്ന വഴിയാ. ക്ഷീണിച്ചോ? ഞങ്ങള് രണ്ടാളും കീറ്റോടായിട്ടാ. ഞാനും ഇപ്പൊ കീറ്റോടായിട്ടാ. ഇവിടെ ഇവര് ബൈപ്പാസിന്റെ ഫ്രണ്ടിൽ ഈ കട ശ്രദ്ധിക്കാൻ വേണ്ടി മനഃപൂർവ്വം തന്ത്രപൂർവ്വം ഇവിടെ ബ്ലോക്ക് ആക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ സുഖം? അടിപൊളിയായിട്ട് പോകണം. എങ്ങനെയുണ്ട് യാത്രയൊക്കെ? ഓഫ് റോഡൊക്കെ പോയി ആകെ ഗംഭീരമാക്കി. ചെളിയൊക്കെ ആയിട്ടാണല്ലോ വരുന്നത്. ലെക്സസ് എവിടെ? 570 ഒരു വണ്ടി വന്നായിരുന്നു, റിവ്യൂ ചെയ്യാന്നൊക്കെ പറഞ്ഞായിരുന്നു. അത് നമ്മൾ വന്നപ്പോഴത്തേക്കിനും വണ്ടി കച്ചവടമായിപ്പോയി. റോയൽ ഡ്രൈവിൽ കയറി അവിടെ കിടക്കുന്ന കുറെ വണ്ടികളൊക്കെ നോക്കി അയവിറക്കി നമ്മളിതാ തിരിച്ച് വീണ്ടും ബൈപ്പാസിലേക്ക് കയറാനായിട്ട് വന്നപ്പോഴത്തേക്കിനും ഇവിടെ കട്ട ബ്ലോക്ക് ഇങ്ങനെ നീണ്ടു നിൽക്കൊണ്ടിരിക്കുകയാണ്. പോലീസുകാരൊക്കെ നന്നായിട്ട് പ്രയത്നിക്കുന്നുണ്ട് ബ്ലോക്ക് ഒഴിവാക്കാനും മറ്റൊക്കെ ആയിട്ട്. പക്ഷെ എന്നാലും അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു, അതാണ് ബ്ലോക്ക്. ഞാൻ പുറകിലോട്ട് മാറി ഒന്ന് പുറകിലിരിക്കുന്നത് എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി. പുറകിലിരിക്കുന്ന അത്ര വലിയ കംഫർട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും ഓക്കെയാണ്. മുമ്പിലിരിക്കാനാണ് സുഖം. എമില് റെസ്റ്റ് എടുത്തു, റെഡ് ബുള്ള് വേണമെന്നും പറഞ്ഞിട്ട് ക്ഷീണിതനായി. തിരക്കാണ്, അത് കാരണം മൊത്തത്തിൽ ഭയങ്കര ടയർഡായി അല്ലേ? ഓടിച്ചിട്ട് എത്തുന്നില്ല. കോഴിക്കോട് കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂർ എത്തണമെങ്കിൽ ഇച്ചിരി പണിയാ. മോനെ എനിക്ക് വയ്യ. ഇത് പാലിയേക്കരയാണോ? ഞാൻ കണ്ട പാലിയേക്കര ഇങ്ങനെയല്ല. ഓ മൈ ഗോഡ്, ഒറ്റ വണ്ടികളില്ലാത്ത പാലിയേക്കര. എനിക്ക് വയ്യ. എമിലെ, ഇത് നമ്മുടെ പാലിയേക്കര തന്നെ? എനിക്ക് വയ്യ. എന്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല സുഹൃത്തുക്കളെ. വണ്ടികൾ വളരെ അപൂർവമായിട്ട് നിൽക്കുന്ന പാലിയേക്കര ടോൾ പ്ലാസയാണ് നിങ്ങൾക്ക് കാണുന്നത്. വാവ്, കാശുണ്ടാവുമല്ലേ? അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഈ സാധനം കേടാണെന്ന് പറയും. കുറച്ചുകൂടെ കയറ്റി വെച്ച് ഓപ്പൺ ആകൂ. ഭയങ്കര സ്ലോ ആണല്ലോ. സക്സസ്. അപ്പുറത്തെ സൈഡിൽ നല്ല തിരക്കാണ്, അപ്പുറത്തെ ഭാഗത്തേക്ക് പോകാനായിട്ട്. എറണാകുളം ഭാഗത്തേക്ക് പോകാനായിട്ട് തിരക്ക് തീരെയില്ല, പക്ഷേ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകാനായിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അങ്ങനെ അതാ നമ്മുടെ എമിൽ ജോർജ് എറണാകുളം ഭാഗത്തേക്ക് വണ്ടി പറ എന്ന് പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 40-50 ഹൈനസക്ക അങ്കമാലിയിൽ ഇറങ്ങും അല്ലേ? 10 മണിയായി. ഞങ്ങൾ എറണാകുളം എത്തിയിരിക്കുകയാണ് ഫൈനലി. എമിലിന്റെ ഫ്ലാറ്റിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് സേഫ് ആയിട്ട്. ഹാപ്പി അല്ലേ? 7 മണിക്കൂർ ഞാൻ ഓടിച്ചിട്ട് ഈ അങ്കമാലി തന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്ത് എന്നോട് പറയുക ഞാൻ ഇവനെ സേഫ് ആയിട്ട് ഡ്രോപ്പ് ചെയ്തു. എന്ത് ഉടായിപ്പാണ് മനുഷ്യ. 10 മണിയാടാ, 12 മണിക്കുമ്പോ വീട്ടിലെത്താൻ വേഗമായി പോകും. അപ്പൊ ശരി, ഞാൻ പോവാണ്. നമുക്കിനി കാണാം അടുത്ത യാത്രയിൽ. ഗുഡ് നൈറ്റ്. ഇറങ്ങും. അപ്പം എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നമ്മുടെ ഡോക്ടർ വിപിൻ്റെ വീട്ടിൽ പോയിട്ട് കേക്ക് വാങ്ങിച്ചിട്ട് വേണം. കേക്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് വേണം വീട്ടിൽ പോകാനായിട്ട്. 12 മണിക്ക് എത്തും തോന്നില്ല, 12:30 ആവും. ഓക്കെ, താങ്ക് യു സോ മച്ച്. അതങ്ങനെ നമ്മുടെ അബിക്കുള്ള കേക്ക് ദേ ഇവിടെ റെഡിയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ 12 മണിയാകുമ്പോഴത്തേക്കും വീട്ടിലെത്തും. 12 ഇച്ചിരി ലേറ്റ് ആവും മിക്കവാറും. അപ്പോൾ സൂപ്പർ എക്സൈറ്റഡ്. അപ്പോൾ സമയം ഇപ്പം 10:20 കഴിഞ്ഞു, 10:30 നോർമൽ കേസിൽ രാത്രിയിൽ 1.5 മണിക്കൂർ കൊണ്ട് എനിക്ക് കോഴഞ്ചേരി എത്തേണ്ടതാണ്. അപ്പോൾ എന്തായാലും ഞാൻ കറക്റ്റ് ഏകദേശം 12 ആകുമ്പോൾ തന്നെ ആയിരിക്കും അവിടെ എത്തുക. 10 മിനിറ്റ് ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല, ധൃതി പിടിച്ച് പോകണ്ടല്ലോ. മഴ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും സൂപ്പർ എക്സൈറ്റഡ്. അവയ്ക്ക് എനിക്ക് ഗിഫ്റ്റ് ഒന്നും വാങ്ങാൻ പറ്റിയിട്ടൊന്നുമില്ല, അതുകൊണ്ട് അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട്. പക്ഷേ കുഴപ്പമില്ല, ഗിഫ്റ്റ് എപ്പോഴാണെങ്കിലും നമുക്ക് വാങ്ങിച്ചു കൊടുക്കാമല്ലോ. അത് ഇപ്പോൾ ആ സമയത്ത് കേക്ക് മുറിക്കുന്ന സമയത്ത് തന്നെ കൊടുക്കുന്നതിലാണ് അതൊരു ത്രില്ല്. പക്ഷെ എന്നാലും ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. കാരണം അത് ഞാൻ വാങ്ങിച്ചു കൊടുക്കും എന്തായാലും. അബി എന്ന് പറയുന്നത് എപ്പോഴും എനിക്ക്, ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ അനിയൻ ഉണ്ടാകുന്നത്. അപ്പോൾ
അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. കാരണം എന്താ പറയുക, ഒത്തിരി നാള് കാത്തിരുന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഒരു എന്താ പറയുക സമ്മാനമാണ് അഭിജിത്ത് എന്ന് പറയുന്നത്. അബി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ലേബർ റൂമിൽ നിന്നും അബിയെ സിസ്റ്റർ കൊണ്ടുവന്ന് ഞങ്ങളുടെ അടുത്തുള്ള ഒരു അമ്മൂമ്മയുടെ കയ്യിൽ കൊടുക്കുമ്പോഴത്തേക്കിനും ഞാനും കൂടെ ഇങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ചത് ഓർമ്മയുണ്ട്. 7ാം ക്ലാസ്സിലല്ലേ ഞാൻ പഠിക്കുന്നത്, വലിയ ഓർമ്മക്കുറവൊന്നുമില്ലല്ലോ. അതിനുശേഷം അബിയുടെ ഓരോ വളർച്ചയും, ആദ്യമായിട്ട് കമന്ന് കിടക്കുന്നതും എണീറ്റ് നിൽക്കുന്നതും പിന്നെ എന്താ പറയുക കുളിപ്പിക്കുന്നതും ഒക്കെ ശരിക്കും കൊച്ചിലേ മുതൽ ഞാനിങ്ങനെ എടുത്തുകൊണ്ട് നടന്ന അനിയൻ എന്നുള്ള ഒരു വിളി ശരിക്കും ഒരു മകനെ പോലെ എന്ന് തന്നെ പറയാം. ശരിക്കും അബി അത്രയ്ക്ക് എനിക്ക് പ്രിയപ്പെട്ടതാണ് അബി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഋത്തിക് എന്ന് പറഞ്ഞൊരു പേര് ആദ്യമായിട്ട് അത് എൻ്റെ ഒരു സജഷനായിരുന്നു. പക്ഷെ അത് അച്ഛനും അമ്മയ്ക്ക് വേറെ ആർക്കും അങ്ങോട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമാകാത്തതുകൊണ്ടാണ് ഞങ്ങൾ ആ പേര് മാറ്റിയിട്ട് അഭിജിത്ത് എന്നാക്കിയത്. പക്ഷെ എന്താ ഒന്ന് നോക്കിയാൽ അത് നന്നായി തോന്നുന്നല്ലേ, ഋത്തിക് എന്ന പേരിനെക്കാട്ടി നല്ലതല്ലേ അഭിജിത്ത് എന്നുള്ള ആ പേര് അല്ലേ, നിങ്ങൾക്കും തോന്നുന്നില്ലേ? അപ്പോൾ പിന്നീട് ശരിക്കും ഞങ്ങൾ തമ്മിലൊരു നല്ലൊരു എന്താ പറയാ ചേട്ടൻ അനിയൻ റിലേഷനിലുപരിയായിട്ട് അവനെ സംബന്ധിച്ച് അവനൊന്നും എന്നോട് പറയില്ല, ഒന്നും ആവശ്യപ്പെടുക പോലുമില്ല. അത് വേണം ഇത് വേണം എന്നൊന്നും ആവശ്യപ്പെടുകയൊന്നുമില്ല. അത് ഭയങ്കര ഷൈ ആണ് അവൻ ആ ഒരു കാര്യത്തിൽ. ഷൈ ആണോ അതോ ചോദിക്കാൻ മടി ഉണ്ടായിട്ടാണോന്ന് എനിക്കറിയില്ല. എല്ലാം ഞാൻ പിന്നെ കണ്ടറിഞ്ഞ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യും. ആകെ എന്നോട് ആവശ്യപ്പെട്ടത് ഒരു 2 കാര്യങ്ങളെന്ന് പറയുന്നത് ലാപ്ടോപ്പ് അങ്ങനെ തുടങ്ങിയ കുറച്ച് സാധനങ്ങളൊക്കെയാണ്. ഈയിടെ ഇപ്പൊ അവനൊരു മൊബൈൽ വാങ്ങിച്ചതുപോലെ അവൻ സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിൽ നിന്ന് ആദ്യമായിട്ട് കിട്ടിയ പൈസ ഉപയോഗിച്ചിട്ടാണ് അവൻ ഒരു മൊബൈൽ വാങ്ങിക്കുന്നത് പോലും. നേരത്തെ നമ്മൾ മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും അവൻ ഇഷ്ടപ്പെട്ട ഒരു മൊബൈൽ ഫോൺ അവന് വാങ്ങണം, അത് അവൻ്റെ പൈസ കൊടുത്ത് വാങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ വാങ്ങിച്ചപ്പോഴത്തേക്കും ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്തായാലും അബി എന്ന് പറയുന്നത് എനിക്കൊരു എന്താ പറയുക അതിൻ്റെ ഒരു അതെന്താണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ് അഭിജിത്ത് എന്ന് പറയുന്നത്. നിങ്ങൾക്കും അറിയാം, പല വീഡിയോയിലും നിങ്ങളും അബിയെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് വീട്ടിലെത്തിയിട്ട് നമുക്ക് അവനെ ഞാൻ ആക്ച്വലി നാളെ രാവിലെ എത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് രാത്രി എത്തും എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. അമ്മയ്ക്കും ശ്വേതയ്ക്കും അറിയാം ഞാൻ ഇന്ന് രാത്രി എത്തും എന്നുള്ളത്. സോ ദേ ആർ വെയിറ്റിംഗ് ഫോർ മീ. അപ്പോൾ ഇത് ബാക്കി വീട്ടിലെത്തിയിട്ട് അങ്ങനെ 12 മണി 5 മിനിറ്റ് ഞാൻ എറണാകുളത്ത് നിന്ന് കോഴഞ്ചേരി എത്തി. എന്താ പറയുക, വീടിൻ്റെ മുമ്പിൽ ആ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത്. നമുക്ക് കേക്ക് എടുത്തിട്ട് അവിടെ പുറത്ത് കൊണ്ട് വെച്ചിട്ട് ശ്വേത ഇറങ്ങി വരും. എന്നിട്ട് നമുക്ക് അഭിയെ വിളിക്കാം, ഫോൺ വിളിക്കാം. കേക്ക് വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിവിടെ തുറക്കാം. ഹാപ്പി ബർത്ത്ഡേ അഭി. എനിക്കാൻ വായിക്കോട്ട് വായിക്കോട്ട് ഉണ്ട്. അവനോർത്തതേല്ല കേട്ടോ. അവനോർത്തതേ ഞങ്ങളെല്ലാരും കൂടി ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ കേക്ക് കേക്ക് മുറിക്കാം. അപ്പനോട് ഞാൻ പറഞ്ഞായിരുന്നു കുറച്ച്. ഇനിയിപ്പോ എന്തിനാ ഇത്രയും വീഡിയോയിൽ നീ വന്നു ഈ ഉടുപ്പിട്ട്, ഇനിയിപ്പോ ഈ ഉടുപ്പ് മതി. അത് സാരമില്ല, നോ പ്രോബ്ലം. എന്നാലും വളരെ അങ്ങനെ ഉണ്ടായിരുന്ന സർപ്രൈസ് അഭി പ്രതീക്ഷിച്ചില്ല. ഭയങ്കര വിഷമായിരുന്നു നീ താമസിച്ചു വരുമെന്ന്. അവന് തലവേദന, അവന് കോവിഡ് പിടിച്ചു എന്നൊക്കെ പേടിയായിരുന്നു, അറിയോ? വിഷമായിരുന്നു നീ താമസിച്ചു വരത്തുള്ളൂ. ഭയങ്കര വിഷമായിരുന്നു. വെക്കണ്ട, കൈ പിടിച്ചോളാം. മുറുക്കി നീ മുറുക്കി, ഞാൻ പിടിച്ചിട്ടുള്ള നീ മുറിച്ചോ? മുറുക്കി, ചെറിയ കഷ്ണം മുറുക്കി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പൊ അങ്ങനെ ഞങ്ങൾ പറ്റിച്ചേ. ഇത് നമ്മുടെ ഡോക്ടർ വിപിന്റെ വക കേക്ക് ആണ് കേട്ടോ. ഡോക്ടർ വിപിനാണ് നമുക്ക് വേണ്ടി കേക്ക് വാങ്ങി തന്നത്. കൈ കൊണ്ടെടുക്ക്. അവൻ എന്നെ വിളിച്ചു പറഞ്ഞ് കേക്ക് മേടിച്ചു കൊടുത്തു.
അയ്യോ ഞാൻ കഴിച്ചോളാം. എനിക്ക് ചെറിയ കഷ്ണം നക്കാൻ തന്നിട്ട് അവൻ ഫുൾ എടുത്ത് കൊള്ളാടാ കൊള്ള. അവന് ഭയങ്കര രസമായിരുന്നു കേട്ടോ. അവന് ഭയങ്കര സങ്കടമായിരുന്നു. ഭയങ്കര സങ്കടമായിരുന്നു. നിന്നെ പറ്റിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നറിയോ? വണ്ടി അവിടെ ഫ്രണ്ടിൽ ഇട്ടിരിക്കുക അറിയോ? അതോട് പോലും കേട്ടിട്ടില്ല. ശബ്ദം കേട്ട് നീ എണീക്കണ്ടെന്ന് ഓർത്തുണ്ട്. ഞാൻ 10 മണിക്ക് വിളക്കിച്ചിട്ടുണ്ട്. ഞാനാരാ മോൾ നിന്നോട് പറഞ്ഞില്ല അല്ലമ്മ. അതെ അതെ അതെ. എല്ലാം ഗൂഢാലോചനയായിരുന്നു. പറഞ്ഞു കുറച്ച് മുമ്പ് കിടക്കുന്നതിന് മുമ്പ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത്രയും നേരം ഇരുന്ന് കഴിച്ചോണ്ടിരിക്കുക, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാ നിനക്ക് വേണം. ചോദിക്കുന്നില്ല. എനിക്കെന്താ ഒരു കഷ്ണം ചെറിയ പെണ്ണിന്റെ ശബ്ദം കേട്ടിട്ട് ചെറിയ ഗ്രീഷ്മ പറ്റിച്ച്. വാ കാണിക്ക്. പറ്റിച്ച് എനിക്കൊരു ചെറിയ കഷ്ണം. താങ്ക് യു. ബിബി പൊളി കേക്ക് ബിബി. അടിപൊളി കേക്കടാ. നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ്. ഇതെന്താ വാനില കേക്കോ? നല്ല ടേസ്റ്റ് അല്ലേ? ഇത് വാങ്ങിച്ചോ അല്ലേ? ആ ഇത് വാങ്ങിച്ചോ. നല്ല നല്ല. കീറ്റവും പോയി എല്ലാം പോയി അങ്ങനെ തട്ടി ലസ. ഈ വയനാട് ട്രിപ്പ് മുഴുവൻ കീറ്റ് വരുന്നു. അതെല്ലാം പോയി. അപ്പൊ എന്തായാലും ഒരാളുടെ തന്നു തുടങ്ങി. മറ്റൊരു വീഡിയോ നമുക്ക് അടുത്ത ദിവസം കാണാം. അതിലേക്കും ബൈ ബൈ.